അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രാത്രികളിൽ ഉറക്കമില്ലേ? അമേരിക്ക ഒന്നാകെ ഉറങ്ങുമ്പോൾ അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ സജീവമാണ്. ട്രംപിന്റെ അർദ്ധരാത്രിയിലുള്ള ഈ പോസ്റ്റുകളാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിക്കുന്നത്. അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഹാരി സീസൺ എന്ന 23 വയസ്സുകാരനായിട്ടുള്ള ഡെമോക്രാറ്റ് പ്രവർത്തകൻ ട്രംപിന്റെ ഈ അസാധാരണമായിട്ടുള്ള സോഷ്യൽ മീഡിയ ടൈം ലൈൻ കൃത്യമായി ട്രാക്ക് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട്. സ്വയം യേശുക്രിസ്തു ആണെന്ന് അവകാശപ്പെടുന്ന ഒരു വിവാദ AI ചിത്രം പങ്കുവച്ച രാത്രി അദ്ദേഹം പോസ്റ്റുകളുടെ ഒരു പെരുമഴ തന്നെ തീർത്തു. രാത്രി 9:49 ആ ചിത്രം പോസ്റ്റ് ചെയ്ത ട്രംപ് തൊട്ടു പിന്നാലെ ചന്ദ്രനിലെ ട്രംപ് ടവറിന്റെ ചിത്രവും മറ്റു പല മീമുകളും പങ്കുവച്ചിരുന്നു. പിന്നീട് സ്വന്തം അണികളിൽ നിന്ന് പോലും വലിയ എതിർപ്പ് വന്നപ്പോൾ യേശുവിന്റെ ചിത്രം അദ്ദേഹം പിൻവലിച്ചു. എന്നാൽ രാത്രി 12:43 ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകൾ തടയുമെന്ന സുപ്രധാനമായ ഹോർമൂസ് ഉപരോധ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് ഒട്ടുമിക്ക അമേരിക്കക്കാരും ഗാഠനിദ്രയിലായിരുന്ന സമയത്താണ്. ഇതുകൊണ്ടൊന്നും അദ്ദേഹം നിർത്തിയില്ല. പുലർച്ചെ 2:35 പ്രസിഡന്റ് ജോ ബൈഡനെ കുറിച്ചും ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ജനപ്രതിനിധി എറിക് സ്വാൽവെലിനെ കുറിച്ചും വാർത്തകൾ അദ്ദേഹം ഷെയർ ചെയ്തു. ഇടയ്ക്കൊന്നും മയങ്ങിയ ശേഷം പുലർച്ചെ 4:10 വീണ്ടും ഇറാനെ കുറിച്ചുള്ള പോസ്റ്റുകളുമായി അദ്ദേഹം സജീവമായി. ഏപ്രിൽ 15 മറ്റൊരു രാത്രിയുടെ കണക്കുകൾ ഇതിലും ഭയപ്പെടുത്തുന്നതാണ്. രാത്രി 11:34 മുതൽ പുലർച്ചെ 1:12 വരെ നാറ്റോ, പോപ്പ് ലിയോ, ബറാക് ഒബാമ എന്നിവരെ ആക്രമിച്ചുകൊണ്ടും എപ്സിന്റെ അഭിഭാഷകനെ കുറിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചുമാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. ട്രംപ് ഉറങ്ങുന്നില്ല, അദ്ദേഹം മാനസികമായി ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഡെമോക്രാറ്റ് പ്രവർത്തകനായിട്ടുള്ള സീസൺ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഒരു ലോക നേതാവ് ഇത്തരത്തിൽ രാത്രി മുഴുവൻ അർത്ഥരഹിതമായിട്ടുള്ള മീമുകളും ട്രോളുകളും പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും പോസ്റ്റ് ചെയ്യുന്നത് ഭരണതലത്തിൽ വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇറാനെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതും ഒരു സംസ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുമൊക്കെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഭരണഘടനയുടെ 25ാം ഭേദഗതി പ്രയോഗിക്കാൻ റിപ്പബ്ലിക് പാർട്ടി തയ്യാറാകണമെന്നാണ് ഡെമോക്രാറ്റുകൾ ശക്തമായി ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ ഒരു രാത്രികാല കുസൃതികൾ കേൾക്കുമ്പോൾ നമുക്ക് അതൊക്കെ തമാശയായി തോന്നാമെങ്കിലും അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു.